ഹായ് ആൾ, വെൽക്കം ടു ഫസേറ ഫാഷൻ. ഫസേറ ഫാഷൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ആയി വന്നിട്ടുള്ളത് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ തന്നെയാണ്. നമ്മളുടെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ PSC നടത്താൻ വിചാരിച്ചിരുന്ന എക്സാം ടൈലറിംഗ് ഇൻസ്ട്രക്ടർ പ്രിസൻസ് ആൻഡ് കറക്ഷൻ സർവീസസ് 685/2023 കാറ്റഗറിയിലുള്ള ടൈലറിംഗ് ഇൻസ്ട്രക്ടർ എന്ന എക്സാം ഈ ജൂലൈയിൽ തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ പുതിയ സിലബസ് വന്നിരിക്കുന്നു. എക്സാമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് അതിന്റെ ഓരോ ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് കാറ്റഗറി നമ്പർ 685/2023 ആണ് കാറ്റഗറി നമ്പർ വരുന്നത്. നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് ടൈലറിംഗ് ഇൻസ്ട്രക്ടർ ആണ്. ഡിപ്പാർട്ട്മെന്റ് വരുന്നത് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ്. അത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്തായിരിക്കും, SR റിക്രൂട്ട്മെന്റ് എന്താണ്, NC റിക്രൂട്ട്മെന്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിലെ ടൈലറിംഗ് ഇൻസ്ട്രക്ടർ എന്ന പോസ്റ്റിലോട്ട് പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസിലോട്ടുള്ള പോസ്റ്റാണ് ഈ ഒരു ടൈലറിംഗ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ സ്റ്റേറ്റ് വൈഡ് ആണോ ഡിസ്ട്രിക്ട് വൈഡ് ആണോ കൊടുത്തിട്ടുണ്ട്? സ്റ്റേറ്റ് വൈഡ് ആണ്. സ്റ്റേറ്റ് വൈഡ് സെലക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓൾ ഓവർ കേരളത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ആയിരിക്കും നിയമനം വരിക. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്തത് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ആണ്. ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതിന്റെ ജൂലൈയിലായിരിക്കും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നുള്ള മാസങ്ങളിലാണ് PSC ഇതിന് മുന്നേ ആനുവൽ കലണ്ടർ പബ്ലിഷ് ചെയ്തപ്പോൾ നമ്മോട് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് തന്നെ ജൂലൈ തന്നെയാണ് ഇതിലുള്ളത്. ജൂലൈ 9-ാം തീയതി അല്ലെ, 9th ജൂലൈ 2024 ട്യൂസ്ഡേ ആണ് നമുക്ക് എക്സാം വരുന്നത്. അപ്പോൾ നമുക്കതിന്റെ കൺഫർമേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. കൺഫർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 22 ഏപ്രിൽ അല്ലെ, 22 ഏപ്രിൽ. ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണെങ്കിൽ കൺഫർമേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ വന്ന തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് കൺഫർമേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഏപ്രിൽ 22-ാം തീയതി മുതൽ നമുക്ക് 11/5 മെയ് 11-ാം തീയതി വരെ നമുക്ക് എന്തുണ്ട്, കൺഫർമേഷൻ കൊടുക്കാനുള്ള ദിവസമുണ്ട്. ഏകദേശം 20 ദിവസത്തോളാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് ഡേറ്റിലോട്ട് വെക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ കൊടുക്കുക. കാരണം നമുക്ക് അവസാന സമയത്ത് നമുക്ക് നെറ്റ് ഇല്ലാത്ത പ്രശ്നമോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബിസി ആയി പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിൽ എൻഗേജ്ഡ് ആവുകയോ ഇനി സൈറ്റിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കതൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും ആദ്യം തന്നെ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ 22/4/2024 മുതൽ നിങ്ങളുടെ പ്രൊഫൈല് കൺഫർമേഷൻ കൊടുക്കുന്ന സ്ഥലത്ത് ഓൾറെഡി കൺഫർമേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. നിങ്ങളത് ക്ലിക്ക് ചെയ്തിട്ട് ഡിസ്ട്രിക്റ്റും താലൂക്കും സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. ദെൻ പിന്നെ വരുന്നത് അഡ്മിഷൻ ടിക്കറ്റ്സ് ആണ്. നമ്മുടെ ഹാൾ ടിക്കറ്റ് അല്ലെ. ഹാൾ ടിക്കറ്റ് എന്ന് മുതലാണ് അവൈലബിൾ ആവുന്ന പറയുന്നത് ജൂൺ 25-ാം തീയതി മുതൽ അല്ലെ. ജൂലൈ 9-ാം തീയതി എക്സാം, ഏകദേശം ഒരു 20 ഡേയ്സ് മുന്നേ നമുക്ക് എന്ത് ചെയ്യും, ഹാൾ ടിക്കറ്റ് വരും. 25/6/2024 മുതൽ നമ്മുടെ ഹാൾ ടിക്കറ്റ് നമ്മുടെ പ്രൊഫൈലിൽ അവൈലബിൾ ആവും. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് ഓഫ് എക്സാമിനേഷൻ ആണ്. മോഡ് ഓഫ് എക്സാമിനേഷനും അതേപോലെ തന്നെ ടോട്ടൽ മാർക്കും. ടോട്ടൽ മാർക്ക് 100-ലാണെന്നില്ല നമുക്കറിയാം. മോഡ് ഓഫ് എക്സാമിനേഷൻ അവർ ഓൺലൈൻ ഓർ OMR എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഒന്നെങ്കിൽ ഓൺലൈൻ ആയിട്ട് നടത്താം അല്ലെങ്കിൽ OMR ആയിട്ട് നടത്താം. നമുക്ക് മോസ്റ്റ്ലി നമുക്ക് ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് എന്തുകൊണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഇതിന്റെ കൂടെ തന്നെ പറയാം. അടുത്തത് എന്ന് പറഞ്ഞാൽ മീഡിയം ഓഫ് എക്സാം ആണ്. മീഡിയം ഓഫ് എക്സാം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് കൊടുത്തിട്ടുള്ളത്. നോർമലി ടൈലറിംഗ് ഇൻസ്ട്രക്ടർ ജയിൽ വകുപ്പിലോട്ട് ഇതിന്റെ പ്രീവിയസ് നടന്ന എക്സാമുകളൊക്കെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിലായിരുന്നു മീഡിയം ഉണ്ടായിരുന്നത് അല്ലെ. മീഡിയം മലയാളത്തിലായിരുന്നു, സിലബസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ തവണ ഈ കാര്യങ്ങളിലൊക്കെ PSC മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ സിലബസിലുള്ള ചില മാറ്റങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും കൂടിയാണ്. ഈ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, എത്ര പേരാണ് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തത് എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. 2459 പേര് അല്ലെ. 2459 പേരാണ് ഇതിന് അപ്ലൈ ചെയ്തത്. ഇത് ടോട്ടൽ നമ്പർ ഓഫ് അപ്ലിക്കൻസ് ആണ്. ഇതിൽ ചിലപ്പോൾ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾ ചിലപ്പോൾ ഇക്വലന്റ് ഒക്കെ വെച്ചുകൊണ്ട് ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട്, കൺഫർമേഷൻ കൊടുത്താൽ അടുത്ത ഒരു കൺഫർമേഷന്റെ ഡേറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ഫൈനലൈസ് ചെയ്തിട്ട് ഒരു ലിസ്റ്റ് കൂടി വരും. ആ സമയത്ത് നമുക്ക് അറിയാൻ പറ്റും എത്രയാണ് കൺഫർമേഷൻ കൊടുത്തത്, അപ്പൊ എത്ര പേരാണ് എക്സാം എഴുതുന്നത്. അതോടൊപ്പം തന്നെ ആ എക്സാം ഓൺലൈൻ ആണോ OMR ആണോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും. മോസ്റ്റ്ലി ഈ 2459 എന്ന് പറയുന്നത് PSCയെ സംബന്ധിച്ചിടത്തോളം PSCയുടെ ഓൺലൈൻ എക്സാമിനേഷൻ ഫെസിലിറ്റികളിൽ ഉൾക്കൊള്ളാവുന്ന ഒരു നമ്പറാണ്. അതായത് 2459 ആൾക്കൊക്കെ ഒരേ സമയം PSCയിൽ നമ്മളുടെ വ്യത്യസ്ത PSCകളുടെ ഡിസ്ട്രിക്ട് ഓഫീസുകളിലുള്ള ഓൺലൈൻ PSC കേന്ദ്രങ്ങളിൽ എക്സാം നടത്താൻ കഴിയും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ എക്സാം മോസ്റ്റ്ലി നമുക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ പ്രതീക്ഷിക്കാം. അപ്പൊ നെക്സ്റ്റ് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ടൈലറിംഗ് ഇൻസ്ട്രക്ടറിന്റെ ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു
പുതിയ ബാച്ച് നമ്മൾ ഫസേരന്റെ ആപ്പിൽ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ പുതിയ സിലബസ് പ്രകാരം അറേഞ്ച് ചെയ്ത് വെച്ച രീതിയിലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് ഒരേ ഓർഡറിലുള്ള ക്ലാസ്സുകളാക്കി ഫുള്ളി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളോട് കൂടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് കോച്ചിങ് ഫസേരന്റെ ആപ്പ് മുഖേന നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓൾറെഡി നമ്മളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് നമ്പർ എടുത്തിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നമ്പർ ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്, സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇതിന്റെ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ ആപ്പിലുള്ള ഫെസിലിറ്റീസ് ഒന്ന് പറഞ്ഞുതരാം. അതായത് മൊത്തം ടൈലറിംഗിന്റെ 80 മാർക്കിന്റെ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. മൊത്തം ക്ലാസ്സസിന്റെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ അതിന്റെ PDF നോട്ടുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷിലാണ് എക്സാം എന്ന് പറഞ്ഞതുകൊണ്ട് ഇംഗ്ലീഷിലുള്ള PDF നോട്ട്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് ആപ്പിന്റെ ഉള്ളിൽ തന്നെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കഴിയില്ല, ആപ്പിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് വെച്ചിട്ട് പഠിക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. ഓരോ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഓരോ ടോപ്പിക്കിന് ബേസ് ചെയ്തിട്ടുള്ള എക്സാമുകൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ എക്സാമിനോടനുബന്ധിച്ച് നമുക്ക് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എങ്കിലും നമ്മൾ അതിന്റെ കൂടെ തന്നെ ലൈവ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഫുള്ള് സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ ചെയ്തിട്ടുള്ള വീഡിയോസ് അവൈലബിൾ ആണ്. നമുക്ക് ഇതിന്റെ മുന്നേ നടന്ന സ്വിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 15ഓളം എക്സാമുകളിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് PDF ആയിട്ടും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് പോലെയും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എക്സാം വരെ ആയിരിക്കും ഇതിന്റെ കോഴ്സ് ഉണ്ടായിരിക്കുക. ആ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ സിലബസ് എന്താ നോക്കാം. മാറ്റം വന്നിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പൊ സിലബസും കാര്യങ്ങളും എന്താണെന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് സിലബസിലോട്ട് കടക്കാം. നേരത്തെ പറഞ്ഞ പോലെ ജൂലൈ 9-നാണ് നമ്മുടെ ടൈലറിംഗ് ഇൻസ്ട്രക്ടറിൻ്റെ എക്സാം വരുന്നത്. ഇത്രയും നാൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് മുൻപേ നടന്ന പ്രീവിയസ് ഇയർ എക്സാമിലെ പോലെ ഫുൾ സബ്ജക്റ്റും സിലബസ് അല്ലെങ്കിൽ സീയിങ് സബ്ജക്റ്റ് മാത്രമായിരിക്കുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ അതിനെയൊക്കെ പാടെ മാറ്റിക്കൊണ്ടാണ് പുതിയ സിലബസ് വന്നിരിക്കുന്നത്. അതായത് സീയിങ് സബ്ജക്റ്റ് 80 മാർക്കിൻ്റെയും 20 മാർക്കിൻ്റെ GKയുമാണ് പുതിയ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടാതെ സിലബസിൽ ലാംഗ്വേജ് വന്നിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. ഇതുവരെയായി ഇൻസ്ട്രക്ടറിൻ്റെ എക്സാമിന് മലയാളത്തിലായിരുന്നു എക്സാം നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ സിലബസിൽ വന്നിരിക്കുന്നത് ഇംഗ്ലീഷിലാണ് എക്സാം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സിലബസ് നോക്കാം. ടൈലറിംഗ് 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിൽ മൊഡ്യൂൾ 1 വരുന്നത് ബേസിക് ഓപ്പറേഷൻസ്. 35 മാർക്സാണ് ബേസിക് ഓപ്പറേഷൻസ് വരുന്നത്. അതിൽ വരുന്നത് വാരിയസ് കൈൻഡ്സ് ഹാൻഡ് സ്റ്റിച്ചസ് സച്ച് ആസ് ടെമ്പററി സ്റ്റിച്ചസ്, പെർമനൻറ്റ് സ്റ്റിച്ചസ്, എംബ്രോയ്ഡറി സ്റ്റിച്ചസ്, മാർക്കിംഗ് സ്റ്റിച്ചസ്, various kinds of embroidery work such as താമ്പൂർ എംബ്രോയ്ഡറി, കാന്ത വർക്ക് എക്സെട്ര. അതായത് വേരിയസ് കൈൻഡ്സ് ഓഫ് ഹാൻഡ് സ്റ്റിച്ചസ് ആണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ സീയിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സാമുകൾക്കും സാധാരണയായി വരുന്നതാണ്. എംബ്രോയ്ഡറി, അതിൽ എംബ്രോയ്ഡറി ഡീറ്റെയിൽ ആയിട്ടുള്ള 35 മാർക്സ് എന്നാണ് നമുക്ക് എംബ്രോയ്ഡറി വന്നിരിക്കുന്നത്. അതിലിപ്പം താമ്പൂർ, അതേപോലെയുള്ള ട്രഡീഷണൽ എംബ്രോയ്ഡറി, ഫുൽക്കാരി, കച്ച്, കാന്ത ഇവയൊക്കെ അതിനകത്ത് ഉൾപ്പെടും. അതിൻ്റെ ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സും മെറ്റീരിയലും എല്ലാം ഇതിനകത്ത് പഠിച്ചിരിക്കണം. അതിൽ തന്നെ 35 മാർക്സിൽ സീയിങ് മെഷീനും സീയിങ് ടൂൾസും കൂടെ ചോദിച്ചിട്ടുണ്ട്. അതായത് സീയിങ് മെഷീൻ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഹിസ്റ്ററി, അതേപോലെ പാർട്സ്, സീയിങ് ടൂൾസ് ഇതൊക്കെ പഠിച്ചിരിക്കണം. ഇത്രയും ഭാഗങ്ങളാണ് 35 മാർക്കിൽ നിന്ന് വരുന്നത്. ഇത് നമുക്ക് ഹാൻഡ് സ്റ്റിച്ചസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഫുൾ 35 മാർക്കിൽ നമുക്ക് ഏകദേശം മാർക്ക് സ്കോർ ചെയ്യാൻ ഈ സബ്ജക്റ്റിന് പറ്റും. കാരണം വെരി ഈസി ആയിട്ടുള്ള സബ്ജക്റ്റാണ്. നിരവധി PSCകൾക്ക് എല്ലാ PSCകൾക്കും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഭാഗമാണിത്. നെക്സ്റ്റ് മൊഡ്യൂൾ 2 ഫൈബേഴ്സ്. ഫൈബേഴ്സും സാധാരണ ഏകദേശം സീയിങ് എക്സാമിന് ചോദിക്കുന്നതാണ്. അതിൽ വരുന്നത് നാച്ചുറൽ ഫൈബർ, മാൻമെയ്ഡ് ഫൈബർ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫീച്ചേഴ്സ് ഓഫ് ഫാബ്രിക്, സെലക്ഷൻ ഓഫ് ഫാബ്രിക്. അപ്പോൾ ഇത്രയാണ് ഫൈബേഴ്സിൽ വരുന്നത്. അപ്പോൾ ഫൈബേഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ യാണ്, സ്പിന്നിങ്, വീവിങ്, നിറ്റിങ് ഒക്കെ നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ഇയർ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ നടത്തിയത് കൊണ്ട് തന്നെ അതിലൊക്കെ ഇത് മൊത്തം ഉൾപ്പെട്ടിട്ടുണ്ട്. നെക്സ്റ്റ്
മൊഡ്യൂൾ 3 ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ 50 മാർക്സാണ് ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ വരുന്നത്. അതിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സീംസ്, ഡാർട്ട്, പ്ലീറ്റ്സ്, ടക്സ്, പ്ലാക്കറ്റ്സ്, പോക്കറ്റ്സ്, സ്ലീവ്സ്, കോളേഴ്സ്, ഇത്രയും ഭാഗമാണ് ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ ഭാഗത്ത് വരുന്നത്. അതായത് ഫുൾനെസ് ഇൻ ഗാർമെൻറ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏകദേശം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം പോക്കറ്റ്സൊക്കെ സാധാരണ എല്ലാ എക്സാമിനും നിരവധി 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും പോക്കറ്റിൻ്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പാച്ച് പോക്കറ്റ്, ഇൻസീമ പോക്കറ്റ്, ഫ്ലാപ്പ് പോക്കറ്റ് ഒക്കെ നമ്മൾ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ് കണ്ടവരും അല്ലെങ്കിൽ ഇതിന് മുന്നേ നമ്മൾ കുറേ സീയിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇതിൽ യൂട്യൂബിലാണെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും. നമ്മൾ ഏകദേശം ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിയ ഭാഗങ്ങൾ തന്നെയാണ് PSCയുടെ സിലബസിനും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് മൊഡ്യൂൾ 4 കളർ തിയറി. കളർ തിയറി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രൈമറി കളർ, അതായത് കളർ വീൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പ്രൈമറി കളർ, സെക്കൻഡറി കളർ, ടേഴ്സറി കളർ, കൂൾ കളർ, വാം കളർ, കളർ സ്കീം, അത് കൂടാതെ നമ്മൾ ഡയമെൻഷൻസ് ഓഫ് കളർ, ഹ്യൂ, വാല്യൂ, ഇൻറ്റൻസിറ്റി ഒക്കെ ഈ കളറിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇത് കൊടുത്തത് മാത്രമല്ല, കളറിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഭാഗങ്ങളെല്ലാം കവർ ചെയ്യേണ്ടതാണ്. ഇത് 5 മാർക്സാണ് നമുക്കിതിൽ നിന്ന് വരുന്നത്. നെക്സ്റ്റ് മൊഡ്യൂൾ 5 നിറ്റിങ്. നിറ്റിംഗ് എന്നും 5 മാർക്സാണ് വരുന്നത്. അതിൽ ബേസിക് നിറ്റിംഗ് സച്ചാസ് കാസ്റ്റിംഗ് ഓൺ, കാസ്റ്റിംഗ് ഓഫ്, നിറ്റ്, പേള്, ഡിക്രീസിങ് ആൻഡ് ഇൻക്രീസിങ്, നിറ്റഡ് പാറ്റേൺ എക്സെട്ര. നിറ്റിംഗ് നമുക്ക് ഏകദേശം എല്ലാവർക്കും സീയിങ് സബ്ജക്റ്റ് പഠിച്ച കുട്ടികൾക്കെല്ലാം അറിയുന്നുണ്ടാവും. നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ കാസ്റ്റിംഗ് ഓണും കാസ്റ്റിംഗ് ഓഫ്, നിറ്റ്, പേൾ, അതുപോലെയുള്ള സ്റ്റിച്ചുകളെ കുറിച്ചിട്ടും അതിൻ്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ സ്റ്റോക്കിംഗ് പാറ്റേൺ, റിബ്ഡ് പാറ്റേൺ, അതേപോലെ ബട്ടൺ പാറ്റേൺ, ബാസ്ക്കറ്റ് പാറ്റേൺ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പാറ്റേണുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നിറ്റിങ്ങിൻ്റെ ഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. 5 മാർക്സാണ് നമുക്ക് ഇതിൽ നിന്ന് വരുന്നത്. നെക്സ്റ്റ് മൊഡ്യൂൾ 6 പാറ്റേൺസ്. 5 മാർക്സാണ് പാറ്റേൺസ് വരുന്നത്. ടൈപ്സ് ഓഫ് പാറ്റേൺ, പാറ്റേൺ മേക്കിംഗ് ടെക്നിക്സ്. അപ്പം പാറ്റേൺ തരം, എത്ര തരം പാറ്റേൺ ഉണ്ടെന്നും അതിൻ്റെ ടെക്നിക്സും അതിൻ്റെ ടൂൾസും ഇതൊക്കെ നമ്മൾ പാറ്റേൺ മേക്കിങ്ങിൽ പഠിക്കണം. ഇപ്പോൾ നമ്മൾ ബേസിക് പാറ്റേൺ, സ്ലോപ്പർ പാറ്റേൺ, അങ്ങനെ പല പാറ്റേണുകൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ 5 മാർക്സിൻ്റെ മൊഡ്യൂൾ 6 പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് മൊഡ്യൂൾ 7 ടെക്നിക്കൽ ടേംസ്. ടെക്നിക്കൽ ടേംസ് എല്ലാ PSC എക്സാമിനും ടെക്നിക്കൽ ടേംസ് ഉൾപ്പെടുത്തിയിട്ട് 4 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ നമുക്ക് ടെക്നിക്കൽ ടേംസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഒരുപാട് ടെക്നിക്കൽ ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 50 നമുക്ക് ബൈ ഹാർട്ട് ആയിരിക്കും. കാരണം എല്ലാ എക്സാമിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇതുവരെ വിളിച്ച എല്ലാ PSCയുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആപ്പിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. അതിലൊക്കെ നിങ്ങൾ ടെക്നിക്കൽ ടേംസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ എക്സാമിനും കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ടെക്നിക്കൽ ടേംസുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൃത്യമായി പഠിച്ചിട്ട് പോയാൽ നമുക്കിതിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. സീയിങ് സബ്ജക്റ്റ് ഈസിയായ ഭാഗമാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സീയിങ് സബ്ജക്റ്റിനെ കുറിച്ച് വലിയ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് 20 മാർക്സിൻ്റെ GK ആണ് വരുന്നത്. GKയും നമ്മുടെ ജനറൽ PSC പോലെ അത്ര ടെൻഷനുള്ള ഭാഗങ്ങളല്ല. കാരണം കേരള റിനേസൻസ് മാത്രമാണ് GKയിൽ വരുന്നത്. സാധാരണ GKയിൽ കറണ്ട് അഫയേഴ്സൊക്കെ വരേണ്ടതാണ്. പക്ഷെ നമ്മുടെ ഈ ടെക്നിക്കൽ എക്സാമുകൾ ആയതുകൊണ്ടായിരിക്കാം ഇതിൽ കറണ്ട് അഫയേഴ്സൊക്കെ കുറവാണ്. കേരള റിനേസൻസ് ആണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനേസൻസ് ഇൻ കേരള. കറണ്ട് അഫയേഴ്സ് ഉണ്ടെങ്കിലും പക്ഷേ ഇതിനകത്ത് കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിലെന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയെന്ന് നോക്കാം. റിനേസൻസ് ഇൻ കേരള ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് ടുവേഡ്സ് എ ന്യൂ സൊസൈറ്റി. അതായത് നമ്മുടെ പുതിയ സൊസൈറ്റിയിലേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് പരിവർത്തനങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലേക്കുള്ള ആമുഖം, വേരിയസ് മിഷണറി ഓർഗനൈസേഷൻ ആൻഡ് ദെയർ ഫങ്ഷനിങ്, ഫൗണ്ടിങ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫാക്ടറീസ്, പ്രിൻറ്റിംഗ് പ്രസ് എക്സെട്ര. അതായത് വിവിധ മിഷണറി സംഘടനകളും അവയുടെ പ്രവർത്തനവും പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ ആരംഭം അല്ലെങ്കിൽ അവരുടെ ഫൗണ്ടേഷൻ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ കേരള റിനേസൻസിൽ കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് കൂടുതലായിട്ട് വരുന്നതെന്ന് നോക്കാം. എഫേർട്സ് ടു റിഫോം ദ സൊസൈറ്റി,
അതിൽ ഫസ്റ്റ് വൺ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്. നമുക്കറിയാം സാധാരണയായി എല്ലാ PSC എക്സാമിനും കേരള റിനൈസൻസ് ഉണ്ടാവാറുണ്ട്. അതിൽ വരുന്നതാണ് സാമൂഹിക മത നവീകരണ പ്രസ്ഥാനങ്ങൾ. നമ്മൾ പണ്ട് മുതലേ സ്കൂൾ തൊട്ടേ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. SNDP യോഗം, നായർ സർവീസ് സൊസൈറ്റി, യോഗക്ഷേമ സഭ, സദാചന പരിപാലന സംഘം, വാല സമുദായ പരിഷ്കരണി സഭ, സമത്വ സമാജം, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, പ്രത്യക്ഷ രക്ഷ ദൈവസഭ, സഹോദര പ്രസ്ഥാനം എക്സെട്ര. അപ്പോൾ ഇത്രയും സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഈ ഭാഗങ്ങളിൽ നിന്ന് 20 മാർക്കിൽ നിന്നാണ് മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ അതിലൊരു ഭാഗം ഇതാണ്. അടുത്തത് സ്ട്രഗിൾ ആൻഡ് സോഷ്യോ റിവോൾട്ട്സ്, സമരങ്ങളും സാമൂഹിക കലാപങ്ങളും. അതിൽ അപ്പർ ക്ലോത്ത് റിവോൾട്ട്സ്, അതിലെ ചാന്നാർ അജിറ്റേഷൻ, വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹ, പാലിയം സത്യാഗ്രഹ, കുറ്റംകുളം സത്യാഗ്രഹ, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ടെമ്പിൾ എൻട്രി ആക്ട്, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, മലബാർ റിവോൾട്ട്സ്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, ആബ്സ്റ്റൻഷൻ മൂവ്മെൻറ്റ്. ഇതൊക്കെ നമ്മൾ സ്കൂളുകൾ തലങ്ങളിൽ പഠിച്ച സംഭവമാണ്. അതായത് അപ്പർ ക്ലോത്ത് മേൽമുണ്ട് സമരം അഥവാ ചാന്നാർ അജിറ്റേഷൻ, വൈക്കം സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, ഇങ്ങനെ ഈഴവ മെമ്മോറിയൽ, മലയാളം മെമ്മോറിയൽ, മലബാർ കലാപം. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിൽ പഠിച്ചാണ്. സാധാരണ എല്ലാ PSCകളും ചോദിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഇത് 20 മാർക്കിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ നിന്ന് എത്ര ഭാഗം ഏതൊക്കെ എത്ര മാർക്കെന്നില്ല, ടോട്ടലി 20 മാർക്കാണ് GK പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് റോൾ ഓഫ് പ്രസ് ഇൻ റിനൈസൻസ്, നവോത്ഥാനത്തിൽ മാധ്യമങ്ങളുടെ പങ്ക്. അതിൽ നമുക്ക് മലയാളി പത്രം, സ്വദേശാഭിമാനി, വിവേകോദയം, മിതവാദി, സ്വരാജ്, മലയാള മനോരമ, ഭാഷാഭൂഷണി, മാതൃഭൂമി, കേരള കൗമുദി, സമദർശി, കേസരി, അൽ-അമീൻ, പ്രഭാതം, യുക്തിവാദി. ഇത്രയും പത്രങ്ങളെക്കുറിച്ചും അതിൻ്റെ സ്വാധീനങ്ങളെക്കുറിച്ചിട്ടും ഇത് ആരുടെ പത്രങ്ങളാണ് എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് എവൈക്കിംഗ് ത്രൂ ലിറ്ററേച്ചർ, സാഹിത്യത്തിൻ്റെ സോഷ്യൽ റിഫോമിൽ സാഹിത്യത്തിൻ്റെ പങ്ക്. നോവൽ, ഡ്രാമ, പോയട്രി, പുരോഗമന സാഹിത്യ പ്രസ്ഥാനം, നാടക പ്രസ്ഥാനം, ലൈബ്രറി മൂവ്മെൻറ്റ് എന്നിവയെക്കുറിച്ച് നമുക്ക് ഈ GKനകത്ത് പഠിക്കാനുണ്ട്. കൂടാതെ വുമൺ ആൻഡ് സോഷ്യൽ ചേഞ്ച്, വുമൺസ് എംപവർമെൻറ്റ് അല്ലെങ്കിൽ ഈ സാമൂഹ്യ പരിഷ്കരണത്തിന് വുമൺസിൻ്റെ പങ്ക് എന്തൊക്കെയാണെന്നൊക്കെ പഠിക്കുക. അതിൽ പാർവതി നെന്മേനി മംഗലം, ആര്യ പള്ളം, AV കുട്ടിമാളു അമ്മ, ലളിതപ്രഭ, അക്കാമ ചെറിയൻ, അന്ന ചാണ്ടി, ലളിതാംബിക അന്തർജനം ആൻഡ് അതേഴ്സ്. ഇത്രയാണ് സോഷ്യൽ ചേഞ്ചസിൽ നമുക്ക് വുമൺസിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. അപ്പം 20 മാർക്കിൻ്റെയാണ് നമുക്ക് ഇത്രയും GK വരുന്നത്. പിന്നീട് വരുന്നത് ലീഡേഴ്സ് ഓഫ് റിനൈസൻസ്. അതിൽ തൈക്കാട്, ഇത് നമുക്ക് എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. റിനൈസൻസ് ലീഡേഴ്സിനെ കുറിച്ചിട്ട് എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൽ തൈക്കാടയ്യ, വൈകുണ്ഠർ, ശ്രീനാരായണ ഗുരു അയ്യൻ, ചട്ടമ്പി സ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി, അങ്ങനെ ഒരുപാട് ലീഡേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി നമ്മുടെ GK ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഏകദേശം കാണാവുന്നതാണ്. നമ്മുടെ ആപ്പിൽ തന്നെ 500-ൽ പരം GK റിനൈസൻസുമായി ബന്ധപ്പെട്ടത് ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഇത് അടുത്തത് വരുന്നത് ലിറ്റററി ഫിഗർ, സാഹിത്യകാരന്മാരെ കുറിച്ചിട്ട്. അതിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കേരളവർമ്മ, വലിയകോയിൽ തമ്പുരാൻ, അങ്ങനെ ഒരുപാട് സാഹിത്യകാരന്മാരും അവരുടെ രചനകളെക്കുറിച്ചും നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ GK 20 മാർക്കിന് ചെയ്യുക. കാരണം 20 മാർക്കാണ്. ഇപ്പം നമുക്ക് ഇതിൽ തന്നെ നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് പറഞ്ഞു. അതായത് ഇപ്പം സാമൂഹ്യ മത നവീകരണ പ്രസ്ഥാനങ്ങൾ പറഞ്ഞു, സാമൂഹിക സമരങ്ങളും കലാപങ്ങളും പറഞ്ഞു, നവോത്ഥാനത്തിൻ്റെ പങ്ക് പറഞ്ഞു, വുമൺസ് എംപവർമെൻറ്റ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സിലബസ് എക്സ്പ്ലനേഷനിലൂടെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫസറ ഫാഷൻ്റെ ഓൺലൈൻ PSC കോച്ചിങ് ക്ലാസ്സുകൾ ലഭ്യമാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ടൈലറിംഗ് ഇൻസ്ട്രക്ടർ പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസസിൽ 655/2023 പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ നേടാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതുവരെ പ്രീവിയസ് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൊടുത്തിരുന്നത്. ന്യൂ സിലബസ് ആണ്, അതായത് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സിലബസുകളാണ് നമ്മളിപ്പോൾ പുതിയ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ക്ലാസ്സിന് ജോയിൻ ചെയ്യാം. ഓൺലൈൻ കോച്ചിങ് ആണ്, അതായത് നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നമുക്ക്
റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളാണ് നമ്മുടെ ആപ്പിൽ ലഭ്യമുള്ളത്. അതുകൂടാതെ PDF നോട്ട്സ് ഉണ്ട്, സബ്ജക്റ്റ് വൈസ് മോക്ക് ടെസ്റ്റുകളുണ്ട്, റിവിഷൻ ബേസ്ഡ് ലൈവ് ക്ലാസ്സസ്, ഫുൾ സബ്ജക്റ്റ് ബേസ്ഡ് മോഡൽ എക്സാംസ്, ഇതൊക്കെ നമ്മുടെ ആപ്പിനകത്ത് ലഭ്യമാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അഡ്മിഷന് വേണ്ടി കോൺടാക്റ്റ് നമ്പറുമായി ബന്ധപ്പെടുക. കോഴ്സിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് അപ് ടു എക്സാം ആണ്. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഇനിയുമുള്ള ക്ലാസ്സുകൾക്ക് പ്രചോദനം നൽകുന്നത്. അപ്പോൾ ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.